ഇപ്പോൾ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം വീറും വാശിയോടും കൂടി മത്സരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ജ്യോതിഷ പണ്ഡിതൻ എന്ന നിലയിൽ ഈ ഇലക്ഷനെ എങ്ങനെ വിലയിരുത്തുന്നു? അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് അനുകൂലമാകുമോ, അതോ പ്രതിപക്ഷത്തിന് അനുകൂലമാകുമോ, അതോ BJPക്ക് ഒരു മുൻതൂക്കം നൽകുമോ ഈ ഉപതെരഞ്ഞെടുപ്പ്? ഒന്ന് ജ്യോതിഷൻ എന്നുള്ള നിലയിൽ ചോദിച്ചോണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ഞാൻ രാഷ്ട്രീയം പഠിക്കുന്ന ആളാണ്, എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അത് പറയുന്നില്ല. ഈ ജ്യോതിഷത്തിലെ പ്രവചനത്തെ ആര് ജയിക്കും എന്നാണോ ചോദിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും എന്നുള്ളതാണ്. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല. ഇത് പ്രവചിക്കാൻ പറ്റും, ശരിക്കും പ്രവചനമാക്കുന്നതാണ് ചില ആളുകൾ പറഞ്ഞ്. പ്രവചിക്കാൻ പറ്റുമെങ്കിൽ ഈ നമ്മുടെ ജീവിതത്തിൽ തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് മരിക്കുമോ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം മരിക്കുമോ എന്ന് പോലും എനിക്ക് പറയാൻ കഴിയില്ല. ഇതൊരു പ്രവചനമാക്കി മാറ്റുകയാണ്. ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ വലിയൊരു അപകടമുണ്ട്. പരിഹാരങ്ങൾ പിന്നെ എന്തിനാണ് പ്രവചനത്തിന്? ഇപ്പോൾ ഒരാൾക്ക് സമയമോശമാണ്, അതിനാണല്ലോ പരിഹാരം ചെയ്യുന്നത്, കണ്ണിക്കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രവചനമാണെന്ന് പറഞ്ഞാൽ പിന്നെ പരിഹാരങ്ങളില്ലാതാവും. നമ്മൾ ടോപ്പിക്ക് വിട്ടു പോകുന്നില്ല. എന്തായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾ, ജനങ്ങൾ ഞങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് കൂടുതൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നത്. അതാണ് എൻ്റെ പ്രവചനം. ജ്യോതിഷം ഒരു പ്രവചനമേ അല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ്. മുൻകരുതലുകൾ എടുത്താൽ മാറ്റാൻ പറ്റുന്ന സൂചനകൾ. അതായത് ഒരാൾക്ക് നിങ്ങൾ വാഹനം ശ്രദ്ധിക്കുക, ഈ സമയത്ത് നിങ്ങൾക്ക് അപകട സാധ്യത ഉണ്ടാകാം എന്നൊരു ജ്യോത്സ്യന് പറയാം. അല്ലാതെ നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന സമയം ഇത്ര മണിക്ക് അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അമ്പലങ്ങളോ പരിഹാരങ്ങളുടെ ആവശ്യം വരുന്നില്ല. കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നതിനാണല്ലോ നമ്മൾ പോയി. അങ്ങനെ സൂചനകൾ നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഏത് സ്ഥാനാർത്ഥിയാണ് താങ്കൾ ജയിക്കുമെന്നൊരു സൂചന ജനങ്ങൾ? ഞാൻ ഒരു സ്ഥാനാർത്ഥി, എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾക്ക് ഗുണകരമായ, അവർക്ക് വിശ്വാസയോഗ്യമായ ഒരു സ്ഥാനാർത്ഥി വിജയിക്കട്ടെ. ജ്യോതിഷത്തിൽ അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ജ്യോത്സ്യന്മാരെല്ലാം ഇന്ന സ്ഥാനാർത്ഥി ജയിക്കും നേരത്തെ അങ്ങ് പ്രവചിച്ചാൽ പോരെ. ഇത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു റഷീദ് എന്നെന്തോ പറഞ്ഞൊരാൾ, അയാൾ കൃത്യമായിട്ട് പ്രവചിക്കും. ജ്യോത്സ്യനല്ല, ഒബ്സർവേഷനാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ കാണും? ശരിക്കും ഞാൻ പാർട്ടിയൊന്നും പറയുന്നില്ലെങ്കിലും ഏതിലാണെങ്കിലും നമ്മൾ പൊളിറ്റിക്കൽ എത്തിക്സ് എപ്പോഴും പുലർത്തണം. പൊളിറ്റിക്കൽ എത്തിക്സ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിശ്വാസത്തിൽ ഊന്നിയെന്ന് പറയാം, ഞാൻ ജ്യോതിഷത്തെ പറ്റി സംസാരിക്കുമ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ഞാൻ പറയാവൂ. അല്ലാതെ ഇല്ലോജിക്കലായിട്ടുള്ള, അവർക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ പറയരുത്. അതുപോലെ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ, പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കടക്കം മാതൃകയാകേണ്ടവരാണ്. അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ എത്തിക്സ് സൂക്ഷിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവരോട് പുച്ഛം തോന്നത്തേ ഉള്ളൂ.